പാരമ്പര്യം ആർക്കാണെന്നുള്ളതാണ്. അത് അറിയണമെങ്കിൽ ഇവര് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളെ കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ നിങ്ങളൊന്ന് കേട്ടാൽ മതി. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളെ കുറിച്ച് മംഗലാപുരത്തുള്ള ഒരു പള്ളിയിലത്തെ ഖത്തീബ് പറയുന്ന ചില വാക്കുകളുണ്ട്. അതിവിടെ കാണിച്ചു തരാൻ ഞങ്ങൾ നിർബന്ധിതരായി പോയതാ. കാണിച്ചു തരണമെന്നോ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവരെ മോശപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമല്ല, മറിച്ച് ഇത് കാണിച്ചു തരാൻ നമ്മൾ നിർബന്ധിതരായ അതിലൊരു ആ മുസ്ലിയാര് ആദ്യമായി പറയുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സുന്നികളുടെ പള്ളിയില് സുന്നികളുടെ കിതാബും ഓതിയിട്ട് സുന്നികളുടെ ഉസ്താദിന്റെ കീഴില് 5-10 കൊല്ലം ഓതിയിട്ട് സുന്നികളെ ഭക്ഷണം നക്കിയിട്ട് ഇപ്പൊ സ്റ്റേജിൽ വന്നിട്ട് സുന്നികൾക്ക് എതിരായിട്ട് പ്രസംഗിക്കുന്ന ഓന്റെ ശരിക്കും തോലുരിയണം. ഓനെ വെറുതെ വിടാൻ കഴിയില്ല. ശരിക്കും ഓന്റെ തോല് ശരിക്കും തൊലി ഉരിയണമെന്നാ പറഞ്ഞത്. തോല് ഉരിയണം ഇതാണോ പറയേണ്ടത്? അല്ലല്ലോ. നമ്മൾ ചോദിക്കുന്ന സംശയങ്ങൾ, നമ്മളിവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടിയാണ് ഈ ജനങ്ങൾക്ക് വേണ്ടത്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ട് എങ്കിൽ ആ അബദ്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പറഞ്ഞ വിഷയം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞു തരേണ്ടതിന് പകരം തോല് ഉരിയണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തീർന്നെങ്കിൽ സമാധാനമുണ്ട്. തൊലി ഉരിയല് മാത്രമല്ല, തൊലി ഉരിയല് പഴയ കാലത്ത് നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി വന്ന കാലഘട്ടത്തിൽ അള്ളാഹിന്റെ ദീനിന്റെ സന്ദേശം ഉൾക്കൊണ്ട സഹാബികളുടെ പല ആളുകളുടെയും തൊലി ഉരിയാൻ വേണ്ടി വെമ്പൽ കൊണ്ട മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. തൊലി ഉരിയൽ മാത്രം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അടുത്ത വാക്കും കൂടെ കേട്ടു നോക്കൂ നിങ്ങൾ. ആരോടാണ്? ബാക്കവിയോടാണ്. അതുകൊണ്ട് ബാക്കവി ഈ ഉദ്യാപനത്തേക്ക് കാലുകുത്തണമെങ്കിൽ എന്റെ പെർമിഷൻ നിനക്ക് വേണം, അല്ലെങ്കിൽ നിന്റെ കൈയും നിന്റെ കാലും വേറെയായിരിക്കുമെന്ന് ഈ സമയത്ത് നിന്നെ ഉണർത്തിയും കൊണ്ട് കയ്യും കാലും മുറിച്ചോളിന്നാ പറഞ്ഞത്. അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയാണോ വേണ്ടത്? ഒരു കാര്യം പറഞ്ഞതില് ആ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ട് എങ്കിൽ ആ അബദ്ധം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ബാധ്യതയുള്ള ആൾക്കാരല്ലേ ഉസ്താദുമാര്. അവര് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയാലോ, അവര് ഇവിടുത്തെ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാലോ? പാടില്ല. കയ്യും കാലും ഒക്കെ മുറിച്ചു കളയും എന്നുള്ളത് ഇതൊരാളുടെ മാത്രമല്ല. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ ഒരു കൊല്ലമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയില് നിറഞ്ഞു നിന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ പരിപാടികൾ കഴിഞ്ഞു പോകുമ്പോഴും പല ഭാഗത്തു നിന്നും കാലും കൈയൊക്കെ മുറിച്ചു കളയുമെന്നുള്ള ഭീഷണികളുണ്ട്. പക്ഷെ റബ്ബ് തൗഫീഖ് ചെയ്തിട്ട് ഇതുവരെ ഒന്നും മുറിഞ്ഞു കണ്ടില്ല. പക്ഷെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ ഭാഗത്തിന് നമ്മളെ പോലെയുള്ള ആളുകള്, ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകള് എന്ത് തെറ്റാണ് ഈ സമുദായത്തോട് ചെയ്തത്? അവര് പറഞ്ഞതെന്താ? അവര് പഠിച്ച കാര്യങ്ങൾ, ഖുർആനിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഹദീസിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ, അഇമ്മത്തുകൾ പറഞ്ഞു മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ, അത് പ്രമാണബദ്ധിതമായി കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ കാലും കൈയൊക്കെ തല്ലി മുറിക്കുന്നു പറഞ്ഞത്. അതുകൊണ്ടും തീർന്നില്ല. ഒരു പണ്ഡിതന്റെ നാവിൽ നിന്നും വീഴാൻ പാടില്ലാത്ത ഒരു പദപ്രയോഗം കൂടെ വീഴുന്നുണ്ട്. അതും കൂടെ മണ്ണിട്ട് കഴുകണമെന്ന് കാണിക്കാൻ കഴിയോ നിനക്ക്? റിയാദുസ് സാലിഹീൻ മാത്രം നോക്കിയാ പോരടാ. നിനക്ക് കാണിക്കാൻ കഴിയോ? പന്നിനെ തൊട്ട എന്ത് വേണം? നായിന്റെ മേലിന് പന്നിനെ ഖിയാസാക്കിയതാണ്. ഖിയാസി എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഖിയാസാക്കണമെങ്കിൽ മഖീസും അലൈഹിനും ഒരേ ഇല്ലത്ത് വേണം. നായി കൂടുതൽ സംസാരിപ്പിക്കണ്ട. വിളിച്ച പേര് കേട്ടോ. ഇവരുടെ ഇസ്ലാമിക അനുഷ്ഠാന കോശം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതായത് കൊളത്തൂര് അലവി സഖാഫി അടക്കമുള്ള 12 പണ്ഡിതന്മാർ എഴുതി തയ്യാറാക്കിയ ഒരു അനുഷ്ഠാന കോശം, ഒരു പുസ്തകമാണ്. ജീനിയസ് ബുക്സ് ആണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ആ പേര് വിളിക്കുന്നതിന്റെ വിധി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. അതെല്ലാ മുസ്ലിയാക്കന്മാരും ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാ. കാരണം അവസരം കിട്ടിയാൽ വിളിക്കണ പേരതാ.
ഈ അടുത്ത ദിവസം ഒരു പരിപാടിക്ക് എന്നപ്പോ ആ പരിപാടിയിൽ ക്ലിപ്പുകളെല്ലാം ഇട്ട് ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങിയപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ച പേര് ആ പേരാ. എന്തിനാണെന്നറിയില്ല ആ പേര് വിളിച്ചത്. അതായത് നാം കഴിക്കുന്നത് നാം പറയുന്നു എന്ന് പറഞ്ഞതുപോലെയാണോ എന്നൊരു സംശയം. എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആ ക്ലിപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരല്പം നിയന്ത്രണം വേണം എന്നുള്ളതായ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഭീഷണിയും ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും പേടിച്ചിട്ടാണ് പല ആളുകളും മുജാഹിദിലേക്ക് കടന്നു വരാൻ മടിച്ചിട്ടുള്ളത്. എന്റെ എത്രയോ സ്നേഹിതന്മാര്, എന്റെ വളരെ അടുത്ത സ്നേഹിതന്മാര് പലരും ഇന്നും എന്നെ ഒരു ബാക്കവി വിളിച്ചിരുന്നു. എന്റെ അടുത്ത സ്നേഹിതനാണ്, എന്റെ ജൂനിയർ ആയിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പല വിഷയങ്ങളും പറഞ്ഞു. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷേ അതൊക്കെ ജനങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഉസ്താദന്മാരെ, നമ്മുടെ മുസ്ലിയാക്കന്മാരെ എനിക്ക് പേടിയാണ് കേട്ടോ. അവരെന്തും ചെയ്യും. ശരിയാ, എന്തും ചെയ്യാൻ തൊലി ഉരിയാനും കയ്യും കാലും തല്ലിയൊടിക്കാനും പ്രാപ്തരായ ആളുകളെ തന്നെയാണ്. അപ്പുറത്തുള്ളതെന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. പലരും കടന്നു വരാൻ മടിക്കുന്നതും ഇത്തരത്തിലുള്ള ഭീഷണിയുടെ മുമ്പിലാ. ഈ ഭീഷണി നിർത്താൻ തയ്യാറുണ്ടോ? ഭീഷണി നിർത്തുകയും വ്യവസ്ഥാപിതമായി രേഖയുടെ പിൻബലത്തോടുകൂടി, പ്രമാണത്തിന്റെ പിൻബലത്തോടുകൂടി ഇവിടെ കടന്നു വന്ന മുസ്ലിയാക്കന്മാരുമായി, മൗലവിമാരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ അതാണ് ഏറ്റവും അനുയോജ്യം. അതല്ലാതെ